പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ജനുവരി 10 ശനി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 32 വാക്യം. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് യേശു വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അതാകട്ടെ അനുതാപത്തിൻ്റെ ആവശ്യകതയാണ്. യേശുവിനെ വിമർശിക്കുന്ന യഹൂദ പ്രമാണികളെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. അവർ യേശുവിൻ്റെ ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. യേശുവിനെ മശിഹായായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത് യേശുവിൻ്റെ പ്രവൃത്തികളെയും വാക്കുകളെയും വിമർശിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. വിമർശനങ്ങളുടെ മറുപടിയായി യേശു അവരോട് 2 പുത്രന്മാർ ഉണ്ടായിരുന്നൊരു പിതാവിനെ കുറിച്ച് പറയുന്നു. പിതാവ് 2 പുത്രന്മാരോടും തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തവൻ പിതാവിനെ എതിർത്തു പറഞ്ഞുവെങ്കിലും തൻ്റെ തെറ്റിൽ അനുദപിച്ച് പിതാവിനെ അനുസരിക്കുന്നു. രണ്ടാമത്തവൻ അനുസരിക്കാം എന്ന് പറയുന്നുവെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അവൻ അനുസരണക്കേടിൻ്റെ മകനായി ജീവിക്കുന്നു, അനുദപിക്കുന്നില്ല. ഇതിന് തുടർച്ചയായി ജീവിതത്തിൽ നശ്വരത അനുതാപത്തിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം എത്ര എന്നത് അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഏത് നിമിഷവും ജീവിതത്തിൻ്റെ അന്ത്യം സംഭവിച്ചേക്കാം. അനുതാപമില്ലാത്ത ജീവിതം നയിച്ച് നിത്യജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത് എന്നത് അനുതാപത്തിൻ്റെ ആവശ്യകത വെളിവാക്കുകയാണ്. എങ്ങനെ അനുദപിക്കണം എന്നതിൻ്റെ ഒരു ഉത്തരം ദൈവത്തിൻ്റെ പ്രത്യേകതകളെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക എന്നതാണ്. അതിലൂടെ നമ്മുടെ കുറവുകളെ കണ്ടെത്തുക, അവയെ ഏറ്റുപറയുക. അപ്പോൾ അനുതാപം കുമ്പസാരത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും. നമ്മുടെ ജീവിതം അതിന് തക്കതായി തീരാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനുതാപ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് നിത്യജീവനെ കൈവശപ്പെടുത്തുവാനുള്ള ഒരുക്കം ഞങ്ങളെ ജീവിതത്തെ നൽകുമാറാകണമേ. അങ്ങനെ അനുദപിച്ച് നിന്റെ സന്നിധിയിൽ അനുഗ്രഹീത മക്കളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.